ഹലോ ഗൈസ്, സൈലന്റ് എഫ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യുഎഫ ചാമ്പ്യൻസ് ലീഗ് പുതിയൊരു സീസൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയുടെ മത്സരങ്ങളോടെ 32 ടീമുകൾക്ക് വരെ 36 ടീമാക്കിയ പുതിയ സ്ട്രക്ചറിലുള്ള യുഎഫ ചാമ്പ്യൻസ് ലീഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചൊവ്വാഴ്ച രാത്രി അനേകം മത്സരങ്ങൾ നടന്നിരുന്നു. യുവൻറ്റസ് PSVയെ നേരിട്ടിരുന്നു. യുവൻറ്റസ് PSV 3-1 എന്നുള്ള സ്കോറിന് തോൽപ്പിച്ചു. അതുപോലെ തന്നെ ആസ്റ്റൺ വില്ല യങ് ബോയ്സിനെ നേരിട്ടിരുന്നു. ആസ്റ്റൺ വില്ല 3-0 വിജയിച്ചു. അതേപോലെ ബയൺ മ്യൂണിച്ച് ഡൈനാമോ ക്ലബിനെ നേരിട്ടിരുന്നു. 9-2 തകർപ്പൻ വിജയമാണ് വിൽസൺ കമ്പനിയും കൂട്ടരും നേടിയെടുത്തത്. അതിൽ എടുത്തു പറയേണ്ടത് ഹാരി കെയ്ൻ്റെ 4 ഗോൾ കോൺട്രിബ്യൂഷനാണ്. അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ പോർച്ചുഗലിലെ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഫ്രാൻസിലെ ലിലെ ക്ലബിനെ 2-0 തോൽപ്പിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ലിവർപൂൾ പ്രീമിയർ ലീഗിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ അടുത്തൊരു തോൽവി ഏറ്റുവാങ്ങിയ ശേഷം അവർ നേരെ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പോയത് AC മിലാൻ്റെ ഒപ്പം സാൻസിറോ സ്റ്റേഡിയത്തിലാണ്. അവിടെ AC മിലാനെ 3-1 തോൽപ്പിച്ച് അവരും വിജയം കരസ്ഥമാക്കുന്നുണ്ട്. അതേപോലെ 15 വട്ടം ചാമ്പ്യൻസ് ആയ റയൽ മാഡ്രിഡ് ഡിഫെൻഡിങ് ചാമ്പ്യൻസിൻ്റെ മാച്ചും ഉണ്ടായിരുന്നു ചൊവ്വാഴ്ച രാത്രി. ഞാൻ ആ മാച്ചാണ് കണ്ടത്. സോ ആ മാച്ചിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഈ വീഡിയോ സെറ്റപ്പ് ചെയ്യുന്നത്. റയൽ മാഡ്രിഡും ജർമ്മനിയിൽ നിന്നുള്ള VfB സ്റ്റുട്ട്ഗാർട്ടുമായിട്ടുള്ളതായിരുന്നു മത്സരം. 3-1 റയൽ മാഡ്രിഡ് വിജയിച്ചു. സോ മത്സരം കാണാതെ സ്കോർ ലൈൻ നോക്കുകയാണെങ്കിൽ ഒരു തകർപ്പൻ വിജയം എന്ന് എല്ലാവർക്കും തോന്നും. പക്ഷെ അങ്ങനെയല്ല, കുറച്ച് കൺസേൺസ് ഉണ്ട് റയൽ മാഡ്രിഡിൻ്റെ പ്ലേ സ്റ്റൈലിനെ കുറിച്ച് പറയാനായിട്ട്. സോ അതാണ് ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പിന്നെ വീഡിയോ കുറച്ച് ഡിലേ ആവുമെന്ന് അറിയാം, കാരണം ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ കഴിയുമ്പോൾ മിഡ് വീക്ക് ലേറ്റ് നൈറ്റാണ് മത്സരങ്ങൾ വരുന്നത്. സോ അതും കഴിഞ്ഞ് പിറ്റേ ദിവസം വർക്കിംഗ് ഡേയും കഴിഞ്ഞിട്ടാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതാണ് ചെറിയൊരു ഡിലേ വരുന്നത്. ചാമ്പ്യൻസ് ലീഗ് മാച്ചുകളുടെ കാര്യത്തിൽ ചെറിയ അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ട് നമുക്ക്. സോ നമുക്ക് ഈ സാന്റിയാഗോ ബെർണബേയിൽ നടന്ന റയൽ മാഡ്രിഡ് വേഴ്സസ് VfB സ്റ്റുട്ട്ഗാർട്ട് മത്സരത്തെ കുറിച്ച് സംസാരിക്കാം. ഇനി ഗെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് ലൈനപ്പിൽ അത്യാവശ്യം ഹൈലൈറ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം ഡാനി കർവജാറിന്റെ പൊസിഷനിങ് ആണ്. RCB ആയിട്ട് അദ്ദേഹം സെന്റർ ബാക്ക് ഡ്യൂവലാണ് കളിച്ചത്. അതേപോലെ റൈറ്റ് ബാക്ക് ആയിട്ട് ലൂക്കാസ് വാസ്കസിനെയാണ് ആൻസലോഡിയാണ് നേരിട്ടിരുന്നത്. പക്ഷേ ഈ ഒരു പെയറിംഗ് അത്യാവശ്യം ഡിഫെൻസീവ് ഡ്യൂട്ടീസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്ര എഫക്റ്റീവ് ആയില്ല എന്നാണ് ഫസ്റ്റ് ഹാഫിൽ മനസ്സിലായത്. രണ്ട് പ്ലേയേഴ്സും അത്യാവശ്യം ഫോർവേഡ് മുന്നോട്ട് പോയി കളിക്കാൻ ടെൻഡൻസി ഉള്ള പ്ലേയേഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ ഡിഫെൻസീവ് ഡ്യൂട്ടീസ് ഫസ്റ്റ് ഹാഫിൽ അവർക്ക് അത്ര വെടിപ്പായിട്ട് ആ ഒരു സൈഡ് ക്ലിയറായി ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലായത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊരു എൻഡ് ടു എൻഡ് അറ്റാക്കിംഗ് ഗെയിമായിരുന്നു. സോ അതിലെടുത്ത് പറയേണ്ട സ്റ്റുട്ട്ഗാർട്ടിൻ്റെ ആദ്യത്തെ 15 മിനിറ്റിലെ പെർഫോമൻസ് ആണ്. ആദ്യത്തെ 15 മിനിറ്റ് അവർ സാന്റിയാഗോ ബെർണബേയിൽ വന്ന് ഡിഫെൻഡിങ് ചാമ്പ്യൻസ് റയൽ മാഡ്രിഡിനെ വിറപ്പിച്ച് കളഞ്ഞവർ. പക്ഷെ അവിടെ ക്ലബിൻ്റെ റയൽ മാഡ്രിഡിൻ്റെ സേവിയറായി വരുന്നത് കോർട്ടുവ, ക്ലബിൻ്റെ ഗോൾ കീപ്പറാണ്. അദ്ദേഹത്തിൻ്റെ നല്ല സേവുകൾ മാച്ചിൻ്റെ തുടക്കം തുടങ്ങിയാൽ കാണാൻ പറ്റിയിരുന്നു ഈ മത്സരത്തിൽ. സോ ഇനി റയൽ മാഡ്രിഡിൻ്റെ അറ്റാക്കിംഗ് സൈഡ് നോക്കുകയാണെങ്കിൽ ബോക്സിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഇവർക്ക് തമ്മിലുള്ളൊരു പ്ലേയേഴ്സ് തമ്മിലൊരു കണക്ടിവിറ്റി, ഒരു കെമിസ്ട്രി ഇഷ്യൂ സീസൺ തുടങ്ങിയെന്ന് നമ്മൾ കാണുന്നതാണ്. അത് ഈ ഇന്നത്തെ മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിൽ വളരെയധികം കാണാൻ കഴിഞ്ഞു. എസ്പെഷ്യലി വിനി എംബാപ്പെ കണക്ഷൻ അങ്ങോട്ട് ക്ലിക്ക് ആവുന്നില്ല. നമുക്കറിയാം വിനിയും റോഡ്രിഗോയും വിങ്സിന് അത്യാവശ്യം നല്ല വർക്ക് റേറ്റ് കൊടുക്കുന്ന പ്ലേയേഴ്സാണ്. പക്ഷേ ഇവരുടെ ആ ഒരു എസ്പെഷ്യലി വിനിയുടെ ആ ഒരു എംബാപ്പെ ആയിട്ടുള്ളൊരു കണക്ഷൻ ഇനിയും സോർട്ട് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ പിന്നെ വെല്ലിംഗാമൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം വർക്ക് റേറ്റ് തന്നെ പുറത്തെടുക്കുക തന്നെ ചെയ്തു. പിന്നെ കൺസേണിംഗ് ആയിട്ട് തോന്നുന്നു ഓഫ് ദ ബോൾ പ്രസ്സിങ് ഇൻ മിഡ്ഫീൽഡ് ഏരിയ അത്യാവശ്യം വേക്കൻ്റ് ആയിട്ട് തന്നെ സ്റ്റുട്ട്ഗാർട്ട് പ്ലേയേഴ്സിന് റയൽ മാഡ്രിഡ് ഒഴിച്ചു കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഓഫ് ദ ബോൾ സ്റ്റുട്ട്ഗാർട്ട് പ്ലേയേഴ്സിന് കുറച്ചും കൂടി പന്ത് റിസീവ് ചെയ്ത് മുന്നേറാൻ മിഡ്ഫീൽഡിൽ കുറച്ചും കൂടി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് അറ്റാക്കിങ്ങിന് വളരെ ബൂസ്റ്റിംഗും ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അത് പിന്നെ ഡിഫെൻസീവ് ലൈൻസ് മുറിച്ച് പന്ത് കൊടുക്കുന്നതിനും ബോക്സിലേക്ക് എത്തുന്നതിനും പ്ലേയേഴ്സിന് അത്യാവശ്യം അത്ര ടഫ്നെസ് കൊടുക്കാൻ റയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സിന് ഫസ്റ്റ് ഹാഫിൽ കഴിഞ്ഞിരുന്നില്ല. ഇനി സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ കാർലോ ആൻസലോട്ടി ഒരു മേജർ ചേഞ്ച് വരുത്തുന്നുണ്ട് ഡിഫെൻസീവ് ലൈനിൽ. റൈറ്റ് ബാക്ക് ആയിരുന്ന ലൂക്കാസ് വാസ്കസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡാനി കർവജാറിന് ആ റൈറ്റ് ബാക്ക് പൊസിഷൻ തിരിച്ചു കൊടുക്കുകയും അതേപോലെ സെൻറ്റർ ബാക്കിലേക്ക് ബ്രസീലിയൻ പ്ലെയറായ എഡർ മിലിഷാവോനെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് കാർലോ ആൻസലോട്ടി. സോ അതിനുശേഷം സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ആദ്യത്തെ മിനിറ്റിൽ തന്നെ റയൽ മാഡ്രിഡ് അവരുടെ ഓപ്പണിംഗ് ഗോള് നേടുകയാണ്. റൈറ്റ് വിങ്ങിൽ റോഡ്രിഗോ ബോൾ ക്യാരി ചെയ്ത് മുന്നോട്ട് പോകുന്നു. അവിടെ നിന്ന് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഗ്രൗണ്ടഡ് ക്രോസ് എംബാപ്പയ്ക്ക് വെച്ചു കൊടുക്കുകയാണ് സെൻറ്ററിലേക്ക്. എംബാപ്പ വളരെ ക്ലോസ് റേഞ്ചിൽ അത് വെടിപ്പായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റയൽ മാഡ്രിഡിൻ്റെ ഈ ചാമ്പ്യൻസ് ലീഗ് സീസണിലെ ഫസ്റ്റ് ഗോള് കിലിയൻ എംബാപ്പെ നേടുകയാണ്. സോ അതിനുശേഷം ഈ ഗോളിന് ശേഷം കുറച്ചും കൂടി കോമ്പാക്റ്റായി
ഫസ്റ്റ് ഹാഫിന് വെച്ച് നോക്കുമ്പോൾ അധികം ഓപ്പൺ അപ്പ് ആയില്ല റയൽ മാഡ്രിഡിന്റെ ഡിഫെൻസീവ് ലൈൻ, കുറച്ചും കൂടി കോമ്പാക്റ്റ് ആയി. ബട്ട് സ്റ്റിൽ VfB സ്റ്റുട്ട്ഗാർട്ടിന്റെ പ്ലേയേഴ്സിന് പിന്നെയും ചാൻസസ് കണ്ടെത്താൻ കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെ 68ാമത്തെ മിനിറ്റിൽ ഒരു കോർണറിൽ നിന്ന് വരുന്ന ചാൻസിലാണ് ഉണ്ടാവ് എന്ന് പറയുന്ന സ്റ്റുട്ട്ഗാർട്ട് പ്ലെയർ ഹെഡർ വഴി കോർട്ടുവായെ ബീറ്റ് ചെയ്ത് അവരുടെ ഈക്വലൈസിങ് ഗോൾ നേടുന്നത്. അതുവരെ കഷ്ടപ്പെട്ട് സേവ് ചെയ്തിരുന്ന കോർട്ടുവ ആ ഒരു ഹെഡറിൽ ബീറ്റൺ ആവുകയാണ്. അവിടെയും അതിന് ആ ഒരു ഗോൾ വന്ന ഈക്വലൈസിംഗ് ഗോൾ വന്നതിന് ശേഷം തന്നെ ആൻസലോട്ടി പിന്നെ ഒരു മേജർ ചേഞ്ച് നടത്തുന്നുണ്ട്. മിഡ്ഫീൽഡിൽ ചാമണിനെ മാറ്റിയിട്ട് അനുഭവ സമ്പത്ത് വളരെയേറെയുള്ള ലൂക്ക മോഡ്രിച്ചിനെ, ക്ലബിന്റെ വെറ്ററൻ പ്ലെയറായ മോഡ്രിച്ചിനെ മിഡ്ഫീൽഡിലേക്ക് ഇറക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ 80ാമത്തെ മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗാമിനെ മാറ്റിക്കൊണ്ട് ബ്രസീലിയൻ സൈനിങ് ആയ എൻട്രിക്ക് കടന്നു വരുന്നുണ്ട്. സോ അതിനുശേഷം 83ാമത്തെ മിനിറ്റിൽ ഒരു കോർണർ കിക്ക് കിട്ടുകയാണ് റയൽ മാഡ്രിഡിന്. അത് എടുക്കാൻ ചെല്ലുന്നത് ലൂക്ക മോഡ്രിച്ചാണ്. അപ്പോൾ കോർണർ കിക്കിലുള്ള ലൂക്ക മോഡ്രിച്ചിന്റെ സാമർഥ്യവും അനുഭവ സമ്പത്തൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ. സോ ബോക്സിൽ ഉയർന്നു ചാടിയത് നമ്മുടെ ആന്റണി റുഡിഗർ ആയിരുന്നു. അദ്ദേഹത്തിന് ഇന്നാ മോനെ തല വെക്കി എന്നുള്ള രീതിയിൽ ഒരു കിണ്ണം കച്ചിയ കോർണർ കിക്ക് തന്നെ നമ്മുടെ ലൂക്ക മോഡ്രിച്ച് വെച്ചു കൊടുത്തു. റുഡിഗർ കറക്റ്റ് ഹെഡും ചെയ്തു. അങ്ങനെ ലീഡിങ് ഗോൾ നേടിയെടുത്തു മാഡ്രിഡ്. അതിനുശേഷം 95ാമത്തെ മിനിറ്റ് എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ആഡഡ് ടൈം 5ാമത്തെ മിനിറ്റിൽ എൻട്രിക്കാണ് അവരുടെ ഫൈനൽ ഗോൾ നേടുന്നത്. സോ അത് പറയുകയാണെങ്കിൽ ബോളുമായിട്ട് സ്വന്തം ഹാഫിൽ നിന്ന് പ്രോഗ്രസ് ചെയ്ത് പോവുകയാണ് എൻട്രിക്ക്, ക്യാരി ചെയ്ത് പോവുകയാണ്. സോ രണ്ട് സൈഡിലും വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഓപ്ഷൻസ് ആയിട്ടുണ്ട്. എല്ലാവരും വിചാരിച്ചു ഇപ്പോൾ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഒരു സപ്പോർട്ടിങ് പാസ് വെക്കും എന്നുള്ളതാണ് വിചാരിച്ചത്. പക്ഷെ ചെക്കൻ്റെ ധൈര്യം എന്ന് പറയുന്നത് ചെക്കൻ ബോക്സിന് പുറത്ത് നിന്ന്, പെനാൽറ്റി ബോക്സിന് പുറത്ത് നിന്ന് ഒരു കിണ്ണം വെച്ച ഷോട്ട് അങ്ങ് എടുക്കുകയാണ്. ഷോട്ട് ശരിക്കും പറഞ്ഞാൽ സ്റ്റുട്ട്ഗാർട്ടിന്റെ ഗോൾ കീപ്പർക്ക് വേണമെങ്കിൽ സേവ് ചെയ്യായിരുന്നു, പക്ഷെ ഷോട്ടിന് നല്ല പവറും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗോൾ കീപ്പറിന്റെ റീച്ചിൽ എത്തുന്നതിന് തൊട്ട് മുമ്പേ ചെറിയൊരു ബൗൺസും എടുക്കുന്നുണ്ട് ബോൾ. സോ അങ്ങനെ 3ാമത്തെ ഗോള് മാഡ്രിഡ് നേടുകയാണ്. അതും എൻട്രിക്കിന്റെ ഫസ്റ്റ് ഗോൾ റയൽ മാഡ്രിഡിന് വേണ്ടി ചാമ്പ്യൻസ് ലീഗിലുള്ള ഗോളായിരുന്നു അത്. സോ അങ്ങനെ 3-1 എന്ന സ്കോർ ലൈനിൽ മത്സരം അവസാനിക്കുകയാണ്. ഈ ഒരു സ്കോർ ലൈനിൽ വിജയിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം ഇതൊരു തകർപ്പൻ വിജയം എന്ന് ആഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ഒരുപാട് കൺസേൺസ് ബാക്കിയാണ്. അറ്റാക്കിംഗ് യൂണിറ്റ് ഓക്കെ ഫൈൻ, നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാനുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ചെറിയൊരു കണക്ടിവിറ്റി ഇഷ്യൂസ് ആണ്. അതൊരു വെൽ എക്സ്പീരിയൻസ്ഡ് കോച്ചായ കാർലോ ആൻസലോട്ടിക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല. അദ്ദേഹം അത് സോർട്ട് ഔട്ട് ചെയ്യുക തന്നെ ചെയ്യും. എടുത്തു പറയേണ്ടത് മിഡ്ഫീൽഡിന്റെയും ഡിഫൻസീവ് ലൈനിന്റെയും പെർഫോമൻസ് ആണ്. എല്ലായ്പ്പോഴും കോർട്ടുവ സേവിയർ ആയിട്ടുണ്ടാകും എന്ന് കരുതിയിരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ സ്റ്റുട്ട്ഗാർട്ട് പോലൊരു ടീം നല്ല രീതിയിൽ അറ്റാക്കിംഗ് ചാൻസസ് ഉണ്ടാക്കിയെടുത്തെങ്കിലും അവർക്കത് ഫിനിഷ് ചെയ്യാൻ മുതലാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് അവർക്ക് വിനയായത്. ആദ്യമേ തന്നെ അവർ അത്യാവശ്യം ഗോൾസ് ആ ചാൻസസ് മുതലെടുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ മേ ബി റയൽ മാഡ്രിഡ് പോലെ സമ്മർദ്ദത്തിലാവുകയും കളിയുടെ ഗതി തന്നെ ചിലപ്പോൾ മാറിപ്പോയെന്നെ. സോ ഇത് മറ്റൊരു ടീം വരുമ്പോഴും ഇതേപോലെ പ്രിസിഷൻ സ്റ്റുട്ട്ഗാർട്ടിനെ പോലെ തന്നെയായിരിക്കും ആ പ്ലേയേഴ്സ് ഫിനിഷ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ആ പ്ലേയേഴ്സിനെയും കോർട്ടുവായുടെ തുറുപ്പ് ചീട്ട് വെച്ച് ചെറുത്ത് നിൽക്കാമെന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. സോ കുറച്ച് വർക്ക് നടത്തേണ്ടതുണ്ട് മിഡ്ഫീൽഡ് ഏരിയയിൽ. അത് പ്ലേയേഴ്സും ഉണ്ട്. എന്തോ ഒരു കണക്ടിവിറ്റി അല്ലെങ്കിൽ ടാക്ടിക്കൽ ഒരു സോർട്ട് ഔട്ട് നടത്തേണ്ട ഒരു കാര്യമാണ്. അത് കാർലോ ആൻസലോട്ടി നടത്തുക തന്നെ ചെയ്യും. പിന്നെ ആഫ്റ്റർ ഓൾ ഇത് റയൽ മാഡ്രിഡ് ആണ്. ചാമ്പ്യൻസ് ലീഗിലൊക്കെ എങ്ങനെ വീണാലും 4 കല്ല് വീഴാറുള്ളൂ ഈ ക്ലബ്ബ്. സോ ആ ഒരു കാര്യം കൺസിഡർ ചെയ്യണം. ഐ തിങ്ക് മാച്ചസ് നടന്ന് ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും ടീം വെൽ സെറ്റിൽഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇനി റയൽ മാഡ്രിഡിന്റെ അടുത്ത ചാമ്പ്യൻസ് ലീഗ് മാച്ച് വരുന്ന ഫ്രഞ്ച് ക്ലബ്ബായ ലിലയ്ക്കെതിരെയാണ്. സോ ഇനിയുള്ള മത്സരങ്ങളിൽ റയൽ മാഡ്രിഡ് അവരുടെ ഈ കൺസേൺസ് എല്ലാം പരിഹരിച്ച ഒരു സോളിഡ് പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുമെന്ന് വിചാരിക്കാം. സോ നിങ്ങൾക്ക് റയൽ മാഡ്രിഡിന്റെ ഈ ഓപ്പണിംഗ് ചാമ്പ്യൻസ് ലീഗ് മാച്ചിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഫുട്ബോൾ കണ്ടന്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.